ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തൃക്കണ്ണാടേക്ക് ഓൾമോസ്റ്റ് 1.5 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. പയ്യന്നൂരൊക്കെ എത്തുന്നതിന് മുമ്പാണ്. പയ്യന്നൂർ എത്തണ്ട, ഞങ്ങൾ ബേസിക്കലി മാംഗ്ലൂർ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സീ ഫേസിങ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. സൈഡിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൻ്റെ സൈഡിലായിട്ടും പാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ബസ്സൊക്കെ കണ്ടില്ലേ, നേരെ മുമ്പിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലാണ്. അവിടെ ഒരു ആൽമരവും അതുപോലെ തന്നെ നാഗത്തിൻ്റെ കട്ടിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് തൊഴുതു. അമ്പലത്തിലും ജസ്റ്റ് ഒന്ന് നമ്മൾ തൊഴുതു. നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. 12 മണിയാവും മഹാപൂജ സ്റ്റാർട്ടാവുമ്പോൾ. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്തു. എനിക്ക് അവിടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. മഴ ചെറുങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പ്ലസന്റ് ആയിരുന്നു വെതർ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പൂജയ്ക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 12 മണിക്കായിരുന്നു പൂജ. അപ്പോഴേക്കും അവിടുത്തെ ആൻറ്റി നമുക്ക് വേണ്ടിയിട്ട് മാങ്ങേൻ്റെ ജ്യൂസ് ഉണ്ടാക്കി തന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം നമ്മൾ പൂജക്കായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി. ഷീജേ ഷീജേ ചെരുപ്പ് നമുക്ക് ഇവിടെ ഊരിടാം. രണ്ടാളും വാ. മുടിയെല്ലാം ശരിയാക്കും.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.